സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യമാണ്, അമേരിക്കൻ ഗവൺമെൻറ് ഫണ്ട് ചെയ്ത പ്രോജക്റ്റ് വഴി മനസ്സിലാക്കിയൊരു കാര്യമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ 1500 വാക്കുകൾ മാത്രം മതി എന്നുള്ളത്. അപ്പോൾ നമ്മൾ എച്ച് വരെയുള്ള പാഠങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പുറകിൽ പോയി അത് കാണുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ 1500 വാക്കിൻ്റെ ബുക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എച്ച് ഉപയോഗിച്ചുള്ള 49 വാക്കുകളാണ്. ശ്രദ്ധിക്കുക. ഹെയർ, മുടി. ഹെർ ഹെയർ വാസ് വെരി ലോങ് ബട്ട് നൗ ഇറ്റ്സ് ടു ഷോർട്ട്. അവളുടെ മുടി നീളമുള്ളതായിരുന്നു, പക്ഷേ ഇപ്പോഴേ ചെറുതാണ്, ഷോർട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാഫ്, പകുതി. കിഡ്സ് നീഡ് ഓൺലി ഹാഫ് ടിക്കറ്റ്. കിഡ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ അല്ലേ, കുട്ടികൾക്ക് പകുതി ടിക്കറ്റ് മതിയല്ലോ. ഇപ്പം നമ്മൾ മൂവി കാണാനാണെങ്കിലും അല്ലെങ്കിൽ യാത്ര ചെയ്യാനൊക്കെ ആണെങ്കിലും അങ്ങനെ മതി അല്ലേ. ഹോൾട്ട്, ഹോൾട്ട് എന്ന് പറഞ്ഞാൽ നിർത്തുക എന്നുള്ളതിന് അർത്ഥം. ഹോൾട്ട്, ഹോൾട്ടഡ്, ഹോൾട്ടഡ്. കിങ്ഫിഷർ എയർലൈൻസ് ഹോൾട്ടഡ് ദർ സർവീസ് ലാസ്റ്റ് ഇയർ. ഓക്കെ, കിങ്ഫിഷർ എന്ത് ചെയ്തു? അവർ സർവീസ് കഴിഞ്ഞ വർഷം നിർത്തി. ഹാങ്, തൂങ്ങുക എന്നുള്ളതിന് അർത്ഥമുണ്ട്. അതുപോലെ തന്നെ തൂങ്ങി മരിക്കുക എന്നുള്ളൊരു അർത്ഥവും കൂടി ഉണ്ട് അതിന്. ഹാങ്, ഹങ്, ഹങ്. എൻ്റെ V1, V2, V3 ആണ്. പ്ലീസ് ഹാങ് ദോസ് ലൈറ്റ്സ് ഫ്രം ദ സീലിംഗ്. ഓക്കെ, സീലിംഗിൽ നിന്ന് ആ ലൈറ്റ് തൂക്കിയിടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹാപ്പൻ, സംഭവിക്കുക. ഹാപ്പൻ, ഹാപ്പൻഡ്, ഹാപ്പൻഡ്. യു ലുക്ക് സോ സാഡ്, വാട്ട് ഹാപ്പൻ ടു യു. ഓക്കെ, നീ വളരെ ദുഃഖിതനായിട്ടാണല്ലോ കാണപ്പെടുന്നത്, നിനക്ക് എന്നാ പറ്റി എന്നാണ് ചോദിക്കുന്നത്. ഹാപ്പി, സന്തോഷം. ഹി വാസ് വെരി ഹാപ്പി ടു സീ മീ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്. അവൻ എന്നെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. ഹാർഡ്, ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ കട്ടിയുള്ളത് എന്നാണ് അർത്ഥം. ഷീ തോട്ട് ഇംഗ്ലീഷ് വാസ് ഹാർഡ് ബട്ട് നൗ ഇറ്റ്സ് വെരി ഈസി ഫോർ ഹർ. അവൾ ഓർത്തത് ഇംഗ്ലീഷ് വളരെ ബുദ്ധിമുട്ടുള്ളതെന്നാണ്, പക്ഷേ ഇപ്പോഴവൾക്ക് വളരെ ഈസിയാണ്. ഇവിടെ തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മുടെ കോഴ്സ് കണ്ടു കാണുമായിരിക്കും അല്ലേ. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം മുതലുള്ള കോഴ്സ്, നമ്മുടെ ആദ്യം മുതലുള്ള ചാപ്റ്റർ കാണുക, ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴിവിടെ നിർത്തിയിട്ട് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ കാണുക. അപ്പോഴേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഹാം, വേദനിപ്പിക്കുക. ഹാം, ഹാംഡ്, ഹാംഡ്. പ്ലീസ് ഡോണ്ട് ഹാം ഹിം, ഹീ ഈസ് ഇന്നസെൻറ്റ്. അവനെ വേദനിപ്പിക്കരുത്, അവൻ ഇന്നസെൻ്റ് ആണ്, നിഷ്കളങ്കനാണ് എന്നർത്ഥം. ഇനി മറ്റൊരർത്ഥം കൂടെ ഉണ്ട് ഇന്നസെൻറ്റിന്. ഒരറിവും ഇല്ലാത്ത ആൾ, അല്ലെങ്കിൽ നമ്മൾ വിഡ്ഢി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അർത്ഥം കൂടി ഇന്നസെൻറ്റ് എന്നുള്ളതിന് വാക്കിന് ഉണ്ട്. ഹാർവസ്റ്റ്, കൊയ്ത്ത് അല്ലെങ്കിൽ വിളകൾ, കൊയ്തെടുത്തതിനും ഹാർവസ്റ്റ്. ദിസ് ഇയർ ദ മാംഗോ ഹാർവസ്റ്റ് ഈസ് റിയലി ഗ്രേറ്റ്. ഒക്കെ എന്താണ്, ഈ വർഷം നല്ല വിളവുകളാണ് കിട്ടിയിരിക്കുന്നത്, ഒരുപാട് നന്നായിട്ട് മാങ്ങ കായ്ച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ഹാറ്റ്, തൊപ്പി. ഹിസ് ഹാറ്റ് ലുക്സ് വെരി നൈസ് ആൻഡ് സ്പെഷ്യൽ. നന്നായിട്ടിരിക്കുന്ന അവൻ്റെ തൊപ്പി, അതുപോലെ നല്ല ഇച്ചിരി വ്യത്യസ്തമായിട്ടല്ലേ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ബ്രിട്ടീഷ് രാജ്ഞിയുടെയൊക്കെ ഒരു ഹാറ്റ് ഉണ്ടല്ലോ, അതിനൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ടല്ലേ, എന്തൊക്കെയോ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ വാക്കുകളൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാണ് ഞാൻ പറയുന്നത്. എന്താണ് ഈ 1500 വാക്ക് എന്ന് പറയുന്നതൊക്കെ സിമ്പിളായിട്ടുള്ള വാക്കുകളാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും കാണുക. ഹെയ്റ്റ്, ഇഷ്ടപ്പെടാതിരിക്കുക അല്ലെങ്കിൽ വെറുക്കുക എന്നർത്ഥം. ഹെയ്റ്റ്, ഹെയ്റ്റഡ്, ഹെയ്റ്റഡ്. ഐ ഹെയ്റ്റ് ഫിഷ് കറി. ഓക്കെ, എനിക്കെന്താണ് ഫിഷ് കറി ഇഷ്ടമില്ല, പക്ഷേ ഇത് തെറ്റാണ്, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ഓക്കെ, പക്ഷേ ഐ ഹെയ്റ്റ് ഡ്രൈഡ് ഫിഷ് കറി. ഓക്കെ, എന്താണ് ഡ്രൈഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ? ഡ്രൈഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഉണക്കമീൻ എന്നാണ് അർത്ഥം. ഓക്കെ, ഉണക്കമീൻ കറി എനിക്കിഷ്ടമില്ല. ഹാവ്, ഉണ്ടായിരിക്കുക, കൈവശം വെക്കുക, ഉടമസ്ഥത ഉണ്ടായിരിക്കുക, കഴിക്കുക, കുടിക്കുക, അങ്ങനെ ഒത്തിരി അർത്ഥമുണ്ട് അല്ലേ. നമ്മൾ 12ാമത്തെ ചാപ്റ്ററിൽ ഹാവ്, ഹാഡ് പഠിച്ചാണ് അല്ലേ. ഇനി ഹാവിൻ്റെ V1 S ആണ്, ഹാസ്. അതുപോലെ തന്നെ V2 ഹാഡാണ്, V3 ഹാഡാണ്. ഹീ ഹാസ് 2 daughters. അവന് 2 പെൺകുട്ടികളാണ് ഉള്ളത്. ഹീ ഹാഡ് എ കാർ. ഓക്കെ, അവനൊരു കാർ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേ ഹാവ് എ ബിഗ് ഹൗസ്. ഒക്കെ ഒരു വലിയ വീടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ദേ ആർ ഹാവിങ് എ ബിഗ് ഹൗസ് എന്ന് പറയാമോ? ഇല്ല. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ING ഫോം ഉടമസ്ഥതയ്ക്ക് പറയരുത്. ING ഫോം നമ്മൾ കഴിക്കുക. ഈസ് ഹാവിങ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ്. അവൻ അവൻ്റെ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും ഹാവിങ് ഉപയോഗിക്കാം. അപ്പോൾ അത് നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ മുമ്പിലുള്ള ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ സംസാരിച്ചാണ് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ING ഉപയോഗിക്കുമ്പോൾ കഴിക്കുന്നതിനൊക്കെയാണ് അല്ലെങ്കിൽ കുടിക്കുന്നതിനൊക്കെയാണ് ഇത് ING ഉപയോഗിച്ച് നമ്മൾ പറയുന്നത് അല്ലേ.
പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ടെൻസ് ഒന്നും ഇവിടെ സംസാരിക്കുക, കാരണം നമ്മൾ ഒരുപാട് തവണ അത് പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, മിക്കവാറും ആളുകൾ ഉണ്ടാക്കുന്ന ഒരു തെറ്റാണ് ING ചേർത്ത് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം പറയുക. ഓക്കെ, ഈസ് ഹാവിങ് 2 daughters എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഹെഡ്, തല അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന സ്ഥാനം വഹിക്കുന്ന ആളും ഹെഡ് എന്ന് പറയുന്നുണ്ട്. ഹീ ഈസ് ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. ഒക്കെ എന്താണ്, അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് എന്നർത്ഥം. ഹെഡ് ക്വാർട്ടേഴ്സ്, ഏറ്റവും പ്രധാന ഓഫീസ് അല്ലെങ്കിൽ ആസ്ഥാനത്തിനാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അവർ CEO സിറ്റ്സ് അറ്റ് ദി ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, CEO എവിടെയാണ് ഇരിക്കുന്നത്, ഇരിക്കുക എന്നുള്ള അർത്ഥം എന്താണ്, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് എന്നുള്ള അർത്ഥമാണ്. അതിനാണ് നമ്മൾ സിറ്റ്സ് എന്ന് ഉപയോഗിച്ചത്. ഓക്കെ, അവർ CEO ഒരാളേ ഉള്ളൂ, അതുകൊണ്ടാണ് സിറ്റ്സ് എന്ന് ഉപയോഗിച്ചത്. ഓക്കെ, ദേ ആണെങ്കിലോ സിറ്റ് എന്നാണ് പറയേണ്ടത് അല്ലേ, നമ്മൾ കണ്ടതാണത്. ഹീൽ, സുഖപ്പെടുത്തുക. ഹീൽ, ഹീൽഡ്, ഹീൽഡ്. ദിസ് മെഡിസിൻ വിൽ ഹീൽ യുവർ ഹെഡ് ഏക്ക്. ഒക്കെ എന്താണ്, ഈ മെഡിസിൻ നിൻ്റെ ഹെഡ് ഏക്ക് മാറ്റും എന്നാണ് പറഞ്ഞത്. ഹെൽത്ത്, ആരോഗ്യം. ഈസ് ഇൻ ഗുഡ് ഹെൽത്ത് സോ ഹീ ക്യാൻ റൺ റിയലി ഫാസ്റ്റ്. ഓക്കെ, അവന് നല്ല ആരോഗ്യം ഉണ്ട്, അതുകൊണ്ട് അവന് നല്ല വേഗത്തിൽ ഓടാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഹിയർ, കേൾക്കുക. Hear, heard, heard. Hear, heard, heard. Can you hear me? Or can you hear me at the back? അതാണ്, എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ. മിക്കപ്പോഴും പ്രസംഗത്തിൽ ആൾക്കാർ വരുമ്പോഴേ ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ. അത് സത്യത്തിൽ എന്താണ്, ഈ പ്രസംഗം നമ്മൾ പറയുമ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മുടെ ഒരു പേടി മാറ്റാൻ വേണ്ടി കുറച്ച് സമയത്തിന് വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇപ്പോൾ നമ്മൾ ഈ പബ്ലിക് സ്പീക്കിങ്ങിനെ പറ്റി നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട് വരുന്ന ചാപ്റ്ററുകളിൽ. നമുക്ക് എങ്ങനെ നന്നായിട്ടൊരു പ്രസംഗം പറയാമെന്ന് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ശ്രദ്ധിക്കുക. ഹീറ്റ്, ചൂട് അല്ലെങ്കിൽ ചൂടായ. ഹീറ്റഡ് ആർഗ്യുമെൻറ്റ്സ്. ഒക്കെ എന്താണ്, ചൂടായിട്ടുള്ള സംസാരം അല്ലേ, തർക്കം എന്നാണ് ഹീറ്റഡ് ആർഗ്യുമെൻറ്റ്സ്. മൈ വൈഫ് ഹേറ്റ്സ് സമ്മർ ഹീറ്റ്. ഒക്കെ എന്താണ്, എൻ്റെ വൈഫിന് ഇഷ്ടമില്ല എന്താ ഈ വേനൽക്കാലത്തെ ചൂടല്ലേ, ആർക്കും തന്നെ താല്പര്യമില്ല. ഹെവി, ഭാരമുള്ള. ദ വാഷിംഗ് മെഷീൻ വാസ് ടു ഹെവി ഫോർ ഹിം ടു ലിഫ്റ്റ് ലോൺ. ആ വാഷിംഗ് മെഷീൻ വളരെ ഭാരമുള്ളതായിരുന്നു. ഹെൽപ്പ്, സഹായം അല്ലെങ്കിൽ സഹായിക്കുക. ഐ നീഡ് സം ഹെൽപ്പ്. കുഡ് യു പ്ലീസ് ഷെയർ ദിസ് ബുക്ക്. എനിക്കൊരു സഹായം ആവശ്യമുണ്ട്, ആ ബുക്ക് ഒന്ന് ഷെയർ ചെയ്യാവോ, ആ ബുക്കും തരാമോ എന്ന് നമ്മൾ ചോദിക്കില്ലേ, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഹിയർ, ഇവിടെ ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു. ഓക്കെ, ഞാൻ എന്തിനാണ് ഇവിടെ ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചങ്ങ് പഠിക്കുന്നത് അല്ലേ, അങ്ങനെ ഓർത്താൽ മതി. ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പറഞ്ഞാൽ ഒരു ചാപ്റ്റർ നിങ്ങളൊരു 5-6 തവണയൊക്കെ കാണുക, എഴുതുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴും നിങ്ങളുടെ ഇംഗ്ലീഷ് വളരെ സിമ്പിളായിട്ട് ഇമ്പ്രൂവ് ആകും, ഒരു സംശയവും വേണ്ട. അതുപോലെ നമ്മളിപ്പോൾ 350ഓളം പാഠങ്ങൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ 1 മുതലുള്ള പാഠങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇംഗ്ലീഷ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന ഉറപ്പാണ്. നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം മുതലുള്ള ചാപ്റ്ററുകൾ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ഒരു വാക്കെങ്കിലും നിങ്ങൾ കമൻറ്റിൽ എഴുതണം. ഹീറോ, നായകൻ. ദ ഹീറോ സേവ് ദ ടൗൺ. ഓക്കെ, എന്താണ് നമ്മൾ കാണാറുണ്ടല്ലോ സാധാരണ ഹീറോ ഒരു ഈ നായകനാണ് ചിലപ്പോൾ ഒരു നഗരത്തെ തന്നെ രക്ഷിക്കുന്നത് അല്ലേ. നമ്മുടെ പല സിനിമകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അല്ലെങ്കിൽ സ്പൈഡർമാൻ ആയിരിക്കും ചിലപ്പോൾ ന്യൂയോർക്ക് സിറ്റിയൊക്കെ നോക്കുന്നല്ലേ, നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ ഇതൊക്കെ. ഹൈഡ്, മറക്കുക അല്ലെങ്കിൽ മറഞ്ഞിരിക്കുക എന്നൊക്കെയാണ്. ഹൈഡ്, ഹിഡൻ. വൈ ആർ യു ഹൈഡിങ്? നീ എന്താണ് മറിഞ്ഞിരിക്കുന്നത്? ഹൈ, ഉയരത്തിൽ അല്ലെങ്കിൽ മുകളിൽ. ദ ബലൂൺ ഫ്ലൂ അപ്പ് ഹൈ ആൻഡ് ഹി ലോസ്റ്റ് ദ കൺട്രോൾ. ഓക്കെ, എന്താണ്, ആ ബലൂൺ വളരെ ഉയരത്തിലേക്ക് പറന്നുപോയി, അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തിന് അതിൻ്റെ കൺട്രോൾ പോയി എന്നാണ് പറയുന്നത്. അതായത് കയ്യിൽ നിന്ന് പോയി എന്നാണ് പറയുന്നത്. ബലൂൺ നമ്മളിങ്ങനെ പറപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങ് പോകും അല്ലേ, ഹൈഡ്രജൻ ബലൂണൊക്കെ ആണെങ്കിൽ അങ്ങനെ സംഭവിക്കും. ഹൈജാക്ക്, ബലമായിട്ട് തട്ടിയെടുക്കുന്നതിനാണ് ഹൈജാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഹൈജാക്ട്. ടെററിസ്റ്റ് ഹൈജാക്ക് ദ പ്ലെയിൻ. ഓക്കെ, നമ്മൾ കാണാറുണ്ടല്ലേ ടെററിസ്റ്റ് തീവ്രവാദികളൊക്കെ ഈ പ്ലെയിനൊക്കെ ഹൈജാക്ക് ചെയ്യാറുണ്ടല്ലേ. ഹിൽ, കുന്ന്. ദിസ് ഹിൽ ലുക്സ് ഓസം. ഓക്കെ, എന്താണ്, ഈ കുന്ന് വളരെ നല്ല ഭംഗിയായിരിക്കുന്നു, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹിസ്റ്ററി, ചരിത്രം. ഐ ലവ് ടു സ്റ്റഡി ഹിസ്റ്ററി. ഓക്കെ, എനിക്ക് ഹിസ്റ്ററി വളരെ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ്. ഐ ലവ് ടു, എനിക്ക് പഠിക്കാൻ വളരെ ഇഷ്ടമാണ്. ശ്രദ്ധിക്കുക. ഹിറ്റ്, അടിക്കുക. ഡിഡ് ഹി ഹിറ്റ് യു? അവൻ നിന്നെ അടിച്ചായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഹോൾഡ് എന്ന് പറഞ്ഞാൽ പിടിക്കുക, ഭാഗമാകുക എന്നുള്ള അർത്ഥം. പ്ലീസ് ഹോൾഡ് ദിസ് ബുക്ക് ഫോർ എ മൊമെന്റ്. ഓക്കെ, ഈ ബുക്ക് ഒന്ന് പിടിക്കുക കുറച്ച് നേരത്തേക്ക് എന്നാണ് പറയുന്നത്. ഹോള്, തുള. ദ ഗോൾഫ് ബോൾ റോൾഡ് ഇൻ ടു ദ ഹോൾ. ഓക്കെ, എന്താണ്, ഗോൾഫ് ബോള് ഉരുണ്ട് ആ തുളയിലേക്ക് വീണു. നമ്മൾ ഗോൾഫ് കളിക്കുന്ന കണ്ടിട്ടുണ്ടല്ലേ.
ഹോളിഡേ, അവധി. അവർ ഫാമിലി വെൻറ്റ് ഓൺ ഹോളിഡേ ടു ഗോവ. ഓക്കെ, എന്താണ് ഞങ്ങളുടെ ഫാമിലി എവിടെയാണ് പോയത്? പിന്നെ ഗോവയ്ക്കാണ് പോയത്. ഹോളി, വിശുദ്ധമായ. ശബരിമല ഈസ് എ ഹോളി പ്ലേസ് ഫോർ ഹിന്ദുസ്. ഓക്കെ, ഹിന്ദുസിന് ഈ ശബരിമല വളരെ വിശുദ്ധമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോഴങ്ങനെയുള്ള മെക്ക, മദീന മുസ്ലിംസിനാണ്. അതുപോലെ തന്നെ ജെറൂസലേം ഒക്കെ ക്രിസ്ത്യൻസിന്, യൂതർക്ക്, അതുപോലെ തന്നെ മുസ്ലിംസിനും ഒക്കെ വളരെ ഹോളി ആയിട്ടുള്ള പല പല സ്ഥലങ്ങളാണ് അല്ലേ. ജെറൂസലേം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത്. ഹോം, വീട്. ഇറ്റ് ടേക്സ് ആൻ അവർ ടു ഗെറ്റ് ഹോം. 1 മണിക്കൂർ എടുക്കും. ഇറ്റ് ടേക്സ് ആൻ അവർ. ഓക്കെ, ഹവർ എന്നല്ല പറയുന്നത്, അവർ. അവിടെ പ്രൊനൗൺസ് ചെയ്യാറില്ല. 1 മണിക്കൂർ എടുക്കും ടു ഗെറ്റ് ഹോം, വീട്ടിലെത്താൻ എന്നാണ് അർത്ഥം. ഓണസ്റ്റ്, ഓണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ എന്നുള്ളതാണ് അർത്ഥം. ഹീ ഈസ് വെരി ഓണസ്റ്റ്. ഓക്കെ, അവൻ വളരെ സത്യസന്ധനാണ് എന്നുള്ള അർത്ഥം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എച്ച് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറില്ല. ഹീ ഈസ് വെരി ഓണസ്റ്റ്. ഓക്കെ, ഹീ ഈസ് വെരി ഓണസ്റ്റ് എന്നാണ് പറയുന്നത്. ഓണർ, ഓണറിന് നമ്മൾ ബഹുമാനം നൽകുക അല്ലെങ്കിൽ അംഗീകാരങ്ങൾ എന്ന് പറയാറുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് 2 സ്പെല്ലിംഗ് ഉണ്ട്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ HONOUR എന്നാണ് പറയുന്നത്. അമേരിക്കൻ ഇംഗ്ലീഷ് HONOR ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന സെൻറ്റൻസിൽ HONOUR ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ അമേരിക്കൻ ഇംഗ്ലീഷ്? ശ്രദ്ധിക്കുക, അമേരിക്കൻ ഇംഗ്ലീഷ് സാധാരണ പറയുന്നവരെയാണ് എഴുതുന്നത്. അപ്പോൾ ഓണർ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അവിടെ എഴുതുന്നു. അതുകൊണ്ട് തന്നെ അവിടെ യു എഴുതാറില്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മിക്കപ്പോഴും നമ്മൾ കളറൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ. ശ്രദ്ധിക്കുക. ഹി റിസീവ്ഡ് മെനി ഓണേഴ്സ് ഫോർ ഹിസ് എഫേർട്സ് ടു ഹെൽപ്പ് അതേഴ്സ്. ഓക്കെ, എന്താണ്, അദ്ദേഹത്തിന് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചു. എന്തിന്? അദ്ദേഹം ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചു എന്നാണ് പറയുന്നത്. ഹോപ്പ്, പ്രതീക്ഷ, പ്രതീക്ഷിക്കുക. അവിടെ ശ്രദ്ധിക്കുക, നമ്മൾ മലയാളം തെറ്റാണല്ലോ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ക്ഷമിക്കുക. ഹോപ്പ്, ഹോപ്ഡ്, ഹോപ്ഡ്. ഐ ഹോപ്പ് ഇറ്റ് ഡസൻറ്റ് റെയിൻ ടുഡേ. എനിക്ക് തോന്നുന്നത് ഇന്ന് മഴ പെയ്യത്തില്ല എന്നാണ്. ഹൊറിബിൾ, ഹൊറിബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ളതിനാണ് ഹൊറിബിൾ എന്ന് പറയുന്നത്. ദ കാർ ക്രാഷ് വാസ് ഹൊറിബിൾ. ഓക്കെ, എന്താണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു ക്രാഷ്. ഹോസ്റ്റേജ്, ഹോസ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബന്ദിയാക്കുന്നതിനാണ് ഹോസ്റ്റേജ് എന്ന് പറയുന്നത്. ഷീ വാസ് ടേക്കൺ ഹോസ്റ്റേജ് ബൈ ദ ടെററിസ്റ്റ്. ടെററിസ്റ്റ് അവളെ ഒരു ബന്ദിയാക്കി എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പ്രാധാന്യം പിന്നെ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? അവൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പാസീവ് വോയിസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പ്രധാനമന്ത്രിയെ ബന്ദിയാക്കി, അവിടെ പ്രാധാന്യം പ്രധാനമന്ത്രിക്കാണോ അതോ അവിടുത്തെ തീവ്രവാദികൾക്കാണോ? അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ദ PM വാസ് ടേക്കൺ ഹോസ്റ്റേജ് ബൈ ദ ടെററിസ്റ്റ് എന്നേ പറയാറുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ കണ്ടതാണല്ലേ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നുള്ളത്. ഹോട്ട്, ചൂടുള്ള. ദ ബോയിലിംഗ് വാട്ടർ വാസ് വെരി ഹോട്ട്. ഭയങ്കര ചൂടായ. ഹോട്ടൽ, ഇവിടെ ശ്രദ്ധിക്കുക, ഹോട്ടൽ എന്ന് പറഞ്ഞാൽ താമസവും ചിലപ്പോൾ ഭക്ഷണമുള്ള സ്ഥലത്തിനാണ് നമ്മൾ ഹോട്ടൽ എന്ന് പറയുന്നത്. വി സ്റ്റേഡ് ഇൻ എ ഹോട്ടൽ. ഞങ്ങൾ ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന സംശയം, നമ്മുടെയൊക്കെ ഈ കവലയിലൊക്കെ ഉള്ള ഹോട്ടൽ അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന് റെസ്റ്റോറൻറ്റ് എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. അപ്പോഴും ഹോട്ടൽ എന്നുള്ള യഥാർത്ഥത്തിൽ താമസം മാത്രമുള്ള ഒന്നാണ്, അല്ലെങ്കിൽ ചിലപ്പോഴവിടെ ഭക്ഷണവും കാണും, അങ്ങനെയുള്ളതിനാണ് ഹോട്ടൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു സംസാര ഭാഷയിൽ അങ്ങനെ അല്ലല്ലേ, അത് കുഴപ്പമില്ല. അവർ എന്ന് പറഞ്ഞാൽ മണിക്കൂർ എന്നാണ്. അവിടെയും എച്ച് പ്രൊനൗൺസ് ചെയ്യാറില്ല. ഐ വിൽ കോൾ യു ബാക്ക് ഇൻ ആൻ അവർ. ഞാൻ നിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് വിളിക്കാമെന്ന്. ഹൗ, എങ്ങനെ? ഹൗ ഡിഡ് ഷീ ഡു ദാറ്റ്? ഓക്കെ, അവൾ എങ്ങനെയാണ് അത് ചെയ്തത്? ഹൗ എവർ, എന്നിരുന്നാലും, അല്ലെങ്കിൽ എങ്കിലും. ഐ ലൈക്ക് ചോക്ലേറ്റ്, ഹൗ എവർ ഐ ഡോണ്ട് ലൈക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഇഷ്ടമല്ല. ഹ്യൂജ്, വളരെ വലിയ. ദ സ്പൈഡർ വാസ് ഹ്യൂജ്. ആ എട്ടുകാലി വളരെ വലുതായിരുന്നു. ഹ്യൂമൻ, മനുഷ്യനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള അർത്ഥമാണുള്ളത് അല്ലേ. ഇറ്റ്സ് എ ബേസിക് ഹ്യൂമൻ റൈറ്റ്. എന്താണ്? അതൊരു വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവകാശമാണ്. മനുഷ്യനെ സംബന്ധിച്ചുള്ള ഒരു അവകാശമാണ്. ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ഒരു അവകാശമാണ് അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഹ്യൂമർ, ഹ്യൂമർ എന്ന് പറഞ്ഞാൽ തമാശ നിറഞ്ഞ. ദ ജോക്കർ ടോൾഡ് എ ജോക്ക് വിത്ത് ഹ്യൂമർ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ സർക്കസിലൊക്കെ ജോക്കർ ഉണ്ടല്ലേ. ജോക്കർ എന്ത് പറഞ്ഞു? ഒരു ടോൾഡ് എ ജോക്ക്. ഓക്കെ, ഒരു തമാശ പറഞ്ഞു. വിത്ത് ഹ്യൂമർ, ഒക്കെ തമാശ നിറഞ്ഞ ഒരു തമാശ പറഞ്ഞു. രണ്ടും ഏകദേശം ഒരുപോലെ വരുന്നുണ്ടല്ലേ. ഹംഗ്രി, വിശപ്പുള്ള. ലെറ്റ്സ് ഈറ്റ് സംതിങ്, ഐ എം റിയലി ഹംഗ്രി. നമുക്ക് എന്തെങ്കിലും കഴിക്കാം, എനിക്ക് വളരെ വിശപ്പുണ്ട്.
ഹണ്ടിങ് വേട്ട ആണ്. ഹണ്ടിങ് ഈസ് നോട്ട് അലൗഡ് ഇൻ മൈ കൺട്രി. നമ്മുടെ രാജ്യത്ത് വേട്ട അനുവദിച്ചിട്ടില്ലല്ലേ. ഹറി, പെട്ടെന്ന്. ഹറിയപ്പ്, വി ആർ ഓൾറെഡി ലേറ്റ്. ഓക്കെ, പെട്ടെന്നാട്ടെ, നമ്മളിപ്പോൾ തന്നെ നമ്മൾ താമസിച്ചു. ഹർട്ട് എന്ന് പറഞ്ഞാൽ മുറിവേൽപ്പിക്കുക, മാനസികമായിട്ടോ ശാരീരികമായിട്ടോ മുറിവേൽപ്പിക്കുന്ന ഹർട്ട് എന്ന് പറഞ്ഞാൽ. മെനി ഗോട്ട് ഹർട്ട് ഇൻ ദി ആക്സിഡൻറ്റ്, അപകടത്തിൽ ഒരുപാട് പേർക്ക് മുറിവേറ്റു. ഹസ്ബൻഡ്, നമുക്കറിയാം ഭർത്താവ്. ഷീ ഹാസ് എ ലവിങ് ഹസ്ബൻഡ്. ഓക്കെ, അവൾക്ക് ഒരു നല്ല ഭർത്താവുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടൊരു കാര്യമാണ്, എല്ലാം വളരെ സിമ്പിളായിരുന്നു, ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു വാക്ക് പോലുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് പഠിക്കുക. ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് മറ്റൊരു പാഠത്തിൽ കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.